സ്വാതി, പാർലമെന്റിനകത്ത് വലിയ പ്രതിഷേധം നമുക്ക് കാണാൻ കഴിഞ്ഞ വിഷയം ഉയർത്തിയിരുന്നു. ഒപ്പം തന്നെ പാർലമെന്റിന് പുറത്തും ഈ രീതിയിൽ രാജ്യവ്യാപകമായി പ്രതിഷേധങ്ങൾ നടക്കുകയാണ്. ഇപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണല്ലോ ഇടതുപക്ഷ എംപിമാർ മാധ്യമങ്ങളെ കണ്ടതും ആ സംസാരിച്ചത് നമ്മളിപ്പോൾ കേൾപ്പിച്ചതും. അതിലവർ പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും നേരിൽ കണ്ട് ഈ പരാതി ഉന്നയിക്കുക എന്നതാണ്. ഛത്തീസ്ഗഡിന്റെ സമയത്തും ഇതേ വിഷയം ചെയ്തിരുന്നു. തൽക്കാലത്തേക്ക് ഒരു ആശ്വാസം കിട്ടി. പക്ഷേ വീണ്ടും ഇത് ഒഡീഷയിൽ ഇത് ആവർത്തിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഏതായാലും പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും കാണാൻ പോവുകയാണ് ഇടതുപക്ഷ എംപിമാർ. തീർച്ചയായും രാജ്യത്ത് ഈ ക്രൈസ്തവർക്കും ന്യൂനപക്ഷങ്ങൾക്കുമെതിരായ അക്രമങ്ങൾ അല്ലെങ്കിൽ സമാന സംഭവങ്ങൾ വീണ്ടും വിവിധ സംസ്ഥാനങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഇതിനെതിരെ കടുത്ത പ്രതിഷേധം ഇടത് എംപിമാർ അടക്കം ഉയർത്തുന്നത്. അത് പാർലമെന്റിന് പുറത്തും ഉയർത്തുന്ന സാഹചര്യമുണ്ടായി. അതിന് പിന്നാലെ ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നുള്ള ആവശ്യം തന്നെയാണ് ഇടത് എംപിമാർ മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും കണ്ടുകൊണ്ട് ഈ വിഷയം വീണ്ടും ധരിപ്പിക്കും, കൃത്യമായ നടപടി എടുക്കണമെന്നുള്ള ആവശ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അതോടൊപ്പം ഇടത് എംപിമാർ ചൂണ്ടിക്കാണിച്ചത് ഈ ഒഡീഷയിലടക്കം BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിൽ BJP സർക്കാരിൻ്റെയൊക്കെ ഒരു പരീക്ഷണശാലയായി ഒഡീഷ അടക്കം മാറിയിട്ടുണ്ട്. ആൾക്കൂട്ട ആക്രമണങ്ങൾ, അതോടൊപ്പം തന്നെ ക്രൈസ്തവർക്കെതിരായ ആക്രമണങ്ങൾ കൂടുന്നു. എന്നാൽ ആക്രമിക്കപ്പെടുന്നവർ നടപടിയെടുക്കുന്നില്ല, അക്രമകാരികൾക്കെതിരെ നടപടിയെടുക്കുന്നില്ല, അവരെ സംരക്ഷിക്കുന്ന നിലപാട് സർക്കാരുകൾ സ്വീകരിക്കുന്നു. ഇതിനെതിരെ കടുത്ത പ്രതിഷേധം ഉയർത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഇടത് എംപിമാർ പ്രതികരിച്ചിട്ടുള്ളത്. അത് അവരുടെ ഒരു രാഷ്ട്രീയ അജണ്ട എന്ന നിലയിൽ തന്നെയാണ് ഈ അക്രമങ്ങളെ നോക്കിക്കാണേണ്ടത് എന്ന് A. റഹീം എംപി പറയുന്നു. അതോടൊപ്പം ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എംപി അടക്കം ഈ കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാരെ രൂക്ഷമായി വിമർശിക്കുന്ന സാഹചര്യമുണ്ടായി. ക്രൈസ്തവരുമായി നല്ല ബന്ധമുള്ള, ക്രൈസ്തവരുടെ വോട്ട് വാങ്ങിച്ചുകൊണ്ട് മന്ത്രിസ്ഥാനത്ത് എത്തിയവരാണ് സുരേഷ് ഗോപിയും ജോർജ് കുര്യനും. എന്നാൽ ഈ വിഷയത്തിൽ അവർ പാലിക്കുന്ന മൗനം വെടിഞ്ഞുകൊണ്ട് ഈ വിഷയത്തിൽ കൃത്യമായ നിലപാട് വ്യക്തമാക്കണമെന്നുള്ളതാണ് ജോൺ ബ്രിട്ടാസ് എംപി അടക്കം ഉന്നയിച്ചിട്ടുള്ളത്. കിരീടവുമായാണ് സുരേഷ് ഗോപി ഈ ക്രൈസ്തവരെ കാണാനെത്തുന്നത്. അങ്ങനെ കിരീടവുമായി ചെന്നെത്തിയതിനു ശേഷം ഈ ക്രൈസ്തവരുടെ വിഷയത്തിൽ എന്തുകൊണ്ട് ശബ്ദിക്കുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. എന്തായാലും നിലവിൽ വലിയ പ്രതിഷേധത്തിലേക്ക് ഇടത് എംപിമാർ അടക്കം പോകുന്നു. പാർലമെന്റിലും ഇനിയും ഈ വിഷയം ഉന്നയിക്കും. അതോടൊപ്പം കേന്ദ്ര സർക്കാരിന്റെ അടിയന്തര ഇടപെടലാണ് ഇതിൽ ആവശ്യപ്പെടുന്നത്. മനു, ശരി, വിവരങ്ങളാണ് സ്വാതി നൽകിയത്.